ലോകത്ത് ഹാരി പോട്ടർ എന്ന പേര് അറിയാത്തവർ വളരെ കുറവാണ്. പക്ഷെ ആ പുസ്തകത്തിന്റെ പിന്നിലെ കഥ പലർക്കും അറിയില്ല. ജെ.കെ. റൗളിംഗ് എന്ന എഴുത്തുകാരി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളാണ്. എന്നാൽ അവരുടെ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. 1990കളിൽ അവർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അവരെഴുതിയ കഥയിൽ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ ഒരു അവസരവും ലഭിച്ചില്ല. ഒരു പ്രസാധകന്റെ അടുത്തേക്ക് പോയി, നിരസിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസാധകന്റെ അടുത്തേക്ക് പോയി, വീണ്ടും നിരസിക്കപ്പെട്ടു. അങ്ങനെ 12 പ്രസാധകർ ആ പുസ്തകം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. പലരും അവിടെ വെച്ച് സ്വപ്നം ഉപേക്ഷിച്ചേനെ, പക്ഷേ അവർ ചെയ്തില്ല. എനിക്ക് എന്റെ കഥയിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിച്ചു. അവസാനം ഒരു ചെറിയ പ്രസാധകൻ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ആ പുസ്തകമായിരുന്നു ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. പിന്നീട് എന്തു സംഭവിച്ചു? ആ പുസ്തകം ലോകമെമ്പാടും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റു. അത് സിനിമയായി, നൂറുകണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഒരിക്കൽ നിരസിക്കപ്പെട്ട ആ എഴുത്തുകാരി പിന്നീട് ലോകത്തിലെ ഏറ്റവും വിജയകരമായ എഴുത്തുകാരിൽ ഒരാളായി മാറി. ഈ കഥ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: പരാജയം എന്നത് യാത്രയുടെ അവസാനമല്ല, പലപ്പോഴും അത് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. നിങ്ങളുടെ സ്വപ്നത്തെ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാൽ ഒരു ദിവസം ലോകം അത് വിശ്വസിക്കും. അതിനാൽ പരാജയത്തെ ഭയക്കരുത്. നിങ്ങളായിരുന്നെങ്കിൽ 12 തവണ നിരസിക്കപ്പെട്ട ശേഷവും വീണ്ടും ശ്രമിക്കുമായിരുന്നോ?